ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാടാറ് ടീമാണ്. വിശ്വാസിയാ? വിശ്വാസിയാണോ? അതെ അതെ അതെ. എന്നാ പിന്നെ ഒരു കോള് നടത്തിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാം. സുന്നത്തായിക്കോട്ടെ. മാർക്സും ഹെങ്കൽസും പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് അവരെ പരിചയമില്ല ഏട്ടാ. ഇല്ല, അവരെ പരിചയപ്പെടുത്തരാം. മതി. ദീനിന് വേണ്ടിയിട്ടല്ലേ, ജിഹാദല്ലേ. വരൂ. ജിഹാദിന് വിളിച്ചാ അപ്പൊ പുറപ്പെടുന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. പുറപ്പെടൂ. അല്ല ചവിട്ടിയത് അണലിയാണില്ല. എന്താണ് താങ്കൾ ഇങ്ങനെ പിന്നെ പ്രവാചകനൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇസ്ലാമിന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്? നിന്നെയൊക്കെ നേരെയാക്ക. അത് അതിന്റെ മുറക്ക് നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ കേട്ടാ. മൈക്കിൾ എച്ച് ഹാർട്ട് കേട്ടിട്ടുണ്ടോ? മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് കേട്ടു? ഇല്ല, ആരാത്? പിന്നെ ഒരു കേട്ടുകാരൻ വന്നിരിക്കുന്നു. അദ്ദേഹം പ്രശസ്തനായ ജർമ്മൻ ചിന്തകനാണ്. മുസ്ലിമാ? അല്ലല്ല, മൈക്കിൾ എച്ച് ഹാർട്ട് എങ്ങനെ മുസ്ലിം ആകാം? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ശരി. മൈക്കിൾ ചാർട്ട് ഇപ്പൊ മുഹമ്മദ് നബീനെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ കാര്യമുള്ള? പുള്ളിന്ന് അറിയത്തില്ലല്ലേ? അങ്ങനത്തെ ഒരു വർത്താനോ? അദ്ദേഹം ലോകത്ത് 100 വ്യക്തികളെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കി. സ്വാലിഹായ 100 വ്യക്തികളോ? ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും സ്വാധീനം നല്ല മനുഷ്യന്മാര്. നല്ല മനുഷ്യന്മാർ. 1-ാം നമ്പർ മുഹമ്മദ് നബി. എന്നാ പറയുന്നത് നിങ്ങൾക്ക്? നല്ല മനുഷ്യന്മാര്. നല്ല മനുഷ്യന്മാർ. ഓ ശരി. എന്താണ് ആ ബുക്കിന്റെ പേര്? അതിൽ 1-ാം നമ്പർ മുഹമ്മദ് നബി. അതറിയോ? ശരി. അതിനകത്ത് വേറെ ആരൊക്കെയുള്ള? അതില് 3-ാം നമ്പറാണ് ഈസാ നബി. പിന്നെ ബാക്കി? ഐൻസ്റ്റീനൊക്കെ സ്വർഗത്തിലാ? കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഐൻസ്റ്റീനൊക്കെ സ്വർഗത്തിലാണോ? അല്ല, അതല്ലല്ലോ ഇവിടെ വിശ്വാസം. ഇപ്പൊ സ്വാധീനിക്കുന്ന മനുഷ്യനായിട്ടും സ്വർഗത്തിൽ പോലും പിന്നെ സ്വാധീനിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അതിൽ 1-ാം നമ്പർ മുഹമ്മദ് നബിയാന്റെ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതില് ഹിറ്റ്ലർ ഉണ്ടോ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയല്ലല്ലോ. ഹിറ്റ്ലർ ഇല്ലേ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ ഉണ്ടല്ലോ മോനെ. ഈ കേസ് ക്ലോസ് ആയി. സാർ ഒന്ന് വായിച്ചു. അതെന്താ കണ്ടില്ലേ? ഹിറ്റ്ലർ എത്രാമത്തെ? ഹിറ്റ്ലറുടെ പേര് 39. തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം. അപ്പൊ ഹിറ്റ്ലർ നല്ല മനുഷ്യനാണോ? ഹിറ്റ്ലർ നല്ല മനുഷ്യനല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ ലിസ്റ്റിൽ വന്നത്? അപ്പൊ ഹിറ്റ്ലറോടൊപ്പം ഒക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് മുഹമ്മദ് നബി? അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അല്ല, അതിനദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട് മുഹമ്മദിനെ സെലക്ട് ചെയ്ത്. എന്ത് കാരണം പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞത് ആ ലിസ്റ്റിൽ ഹിറ്റ്ലർ ഇല്ലാന്നല്ലേ? നല്ല മനുഷ്യന്മാരുടെ ലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഹിറ്റ്ലർ നല്ല മനുഷ്യനാണോ? പറഞ്ഞത് കേട്ടോടാ. അന്തസ് വേണോടാ, അന്തസ്. ഏറ്റവും സ്വാധീനിക്കപ്പെട്ട വ്യക്തികൾ. അതെ, സ്വാധീനിക്കപ്പെട്ട 100 വ്യക്തികൾ. അതിലൊരാളല്ലേ മുഹമ്മദ് നബി? അതെ അതെ. അപ്പൊ അതിൽ 39-ാമനല്ലേ ഹിറ്റ്ലർ? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അതെ. അപ്പൊ ഒരു സ്കെയിൽ എടുത്ത് കഴിയുമ്പോൾ ഒരറ്റത്ത് മുഹമ്മദ് നബിയും മറ്റേ അറ്റത്ത് ഹിറ്റ്ലറും. ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇത് രണ്ടും ഒന്നാണോ? ഹിറ്റ്ലറും മുഹമ്മദ് നബിയൊക്കെ ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? ഈ പറഞ്ഞ 2 വ്യക്തികളും ഒരു സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞോ? അങ്ങനെ ഒരിക്കലും. അപ്പൊ പിന്നെ എങ്ങനെ ഒരേ പുസ്തകത്തിൽ ഇവർ 2 പേരും വന്നത്, ഒരേ ലിസ്റ്റിൽ വന്നത്? സ്വാധീനിക്കപ്പെട്ട 100 പേരുടെ ലിസ്റ്റിൽ മുഹമ്മദ് നബി ഹിറ്റ്ലറും വരുന്നത് ശരിയാണോ കോയ? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണല്ലോ. പുസ്തകം നിങ്ങൾ പറഞ്ഞ പുസ്തകം, നിങ്ങൾ തന്നെ പറഞ്ഞ ലിസ്റ്റ്, നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത് ശരിയാണോ? ഏറ്റവും സ്വാധീനിക്കപ്പെട്ടവർക്ക് അപ്പൊ മോശം സ്വാധീനം ഉണ്ടാവാം. അപ്പൊ മുഹമ്മദ് നബിയുടെ മോശം സ്വാധീനം ആയിക്കൂടെ? ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറയാതിരുന്നോട്ടെ. മുഹമ്മദ് നബിക്ക് മോശം സ്വാധീനം ഇല്ല. ഇന്നിപ്പോ ആളുകൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഓടണം എന്തിനാ? ലോകത്ത് 1-ാം ലോകമായുധം നടത്തിയതാരാ? അതാരാന്ന് എനിക്കറിയില്ല. ആരാണ്? ഏത് രാജ്യങ്ങളാ? എനിക്കറിയില്ല. പറഞ്ഞുതരൂ. ലോകമായുധത്തിൽ മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിരുന്നോ? അതിന് മുന്നേ ഉള്ള യുദ്ധങ്ങളുടെ പേര് ഞാൻ പറയട്ടെ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ബനു ഖുറൈള കൂട്ടക്കൊല നടത്തിയതാരാ? ബനു ഖുറൈള കൂട്ടക്കൊല നടത്തിയതാരാ? ജനസൈഡ്. എത്ര പേരായിക്കോട്ടെ, ഈ ജൂത കൂട്ടക്കൊല നടത്തിയത് ആരാണ്? അത് ഉത്തരം പറ. അത്
എന്തുകൊണ്ട് അന്ന് യുദ്ധങ്ങൾ ഉണ്ടാവുന്ന കാരണമുണ്ട്. ജൂത കൂട്ടക്കൊല നടത്തിയത് വെറുതെ യുദ്ധം ഉണ്ടായിട്ടൊന്നല്ല. അവരെ രാത്രി പോയി വളഞ്ഞ് അതിനകത്ത് സ്ത്രീകളെ പിടിച്ച് അതിൽ പോയി ബലാത്സംഗം ചെയ്ത് അതിലെ കുട്ടികളെ കൊണ്ടുവന്ന് തലവെട്ടി മുണ്ട് പൊക്കി നോക്കി രോമ വളർച്ച നോക്കി തല വെട്ടാൻ ഉത്തരവിട്ടതാണ്. വെറുതെ അല്ല, ഹദീസിലുള്ള കാര്യമാണ്. ഹദീസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നുണകള് പറയല ഇവന്റെ ഹോബി. ഹദീസ് വേണോ? എടുത്ത് പറയുന്നത് ഹദീസ് വേണോ? അങ്ങനത്തെ ഹദീസൊന്നും ഇല്ല. അങ്ങനത്തെ ഹദീസില്ല. ഹദീസ് ഞാൻ ഇവിടെ കാണിച്ചാ. രണ്ട് തരം ഹദീസ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അടിക്കേ. പ്യൂബിക് ഹെയർ ബനു ഖുറൈല അടിക്കേ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ. പറയാനില്ലല്ലോ. ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ. നടുക്കാരിൽ ചെന്നാലും ശരി അത് നക്കിയാ കുടിക്കുള്ളൂ. പാശ്ചാത്യ വനിതകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഇസ്ലാം മതമാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീ വിരുദ്ധമാണെങ്കിൽ അവരങ്ങൾ സ്വീകരിക്കും. ആര്? സ്ത്രീകളോ? കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് മതമില്ലാത്തവരാണ്. അത് നിങ്ങൾക്കറിയോ? കരയാതിരിക്കും സുന്ദരേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാനിവിടെ ഹദീസ് ഞാൻ വായിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. I was among the captives of Banu Qurayza. They examined us, and those who had begun to grow pubic hair were killed, and those who had not were not killed. I was among those who had not grown hair. Once upon a time, there was a lion lived in the dense forest. His name is Pandidure. മുഹമ്മദ് നബി 1000 പേരെ തല അരിഞ്ഞാൽ അരിയൽ കാരുണ്യമാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഇസ്രായേൽ കൂട്ട വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. പൊരിഞ്ഞ പോരാട്ടമല്ല. എന്നിട്ടാണോ നീ തോറ്റത്? അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ.